തിരുവേഗപ്പുറ യു.പി. സ്കൂൾ, നരിപ്പറമ്പ്, ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. സ്കൂളിന്റെ ഓഫീസ് മുറി കുത്തിത്തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന 7,000-ഓളം രൂപ മോഷ്ടിക്കപ്പെട്ടതായാണ് പ്രാഥമിക വിലയിരുത്തൽ. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ടീച്ചർ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കൊപ്പം പോലീസിനെ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് 6:15 ഡ്യൂട്ടി പറഞ്ഞിരുന്നത്. അപ്പൊ അതിനു വേണ്ടി വന്ന ടീച്ചേഴ്സാണ് ഇത് കണ്ടത്. അപ്പൊ അങ്ങനെ അവര് വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞു. സാധനങ്ങളുടെ കാര്യം ഒന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ബസ് ഫീസിന്റെ ഇനത്തിൽ ഒരു 7,000-ന് പരം രൂപ ഒരു ടീച്ചറിന്റെ മേശയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആരും കയറി നോക്കിയിട്ടില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു അലമാര പോലും പൊളിക്കാത്തത് ബാക്കിയില്ല. അധ്യാപകരുടെ മെയിൻ രേഖയായ സേവന പുസ്തകത്തിന്റെ അലമാരയും പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ അലമാര എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. നരിപ്പറമ്പിലെ ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിന്റെ ഓഫീസും കുത്തിത്തുറന്ന് മോഷണം നടത്തി. ഇവിടെ നിന്ന് 1,000 രൂപയും CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു 10-10:30 ഇവിടുന്ന് ഞങ്ങളിത് ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അതിന്റെ ശേഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവരൊക്കെ ഇവിടെ ആളുകളും സഞ്ചാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ അങ്ങനെ കൃത്യമായിട്ട്, പിന്നെ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ, CCTV ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോ നമുക്കൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തെളിവ് കിട്ടാനും പാകില്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ DVR-ഉം മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ അതൊക്കെ അവർ കൊണ്ടുപോയിരിക്കണു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം. ഇത് കള്ളന്മാര് സാധാ കള്ളന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം വിദഗ്ധരാണ്. നമുക്ക് CCTV എന്നുള്ള നിലയ്ക്ക് CCTV പരിശോധിക്കാമല്ലോ, പക്ഷെ അത് പരിശോധിക്കാനും കൂടി പറ്റാത്ത സ്ഥിതിയിൽ അതിന്റെ DVR ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തെളിവും കൂടി നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം കൈപ്പുറം ചിനവതിക്കാവ് ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. ഇവിടെയും CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കും 15,000-ഓളം രൂപയും മോഷ്ടിക്കപ്പെട്ടിരുന്നു. തുടർച്ചയായുള്ള മോഷണം പ്രദേശത്ത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ്, തിരുവേഗപ്പുറ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.